അലിയ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവന് ആദ്യം ഒരു വീഡിയോ ഷോപ്പ് ഉണ്ടായിരുന്നു അലിക്ക്. ആ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തത് ഞാനാണ്. നല്ല പ്രായമുണ്ടല്ലേ? നല്ല പ്രായം. അതാണ് ഞാനും പറയാൻ വന്നത്. നിങ്ങളുടെ ഒരു ആവേശമൊക്കെ ഉണ്ട് എങ്ങാണെന്ന് വിചാരിച്ചു. പക്ഷേ 96 40-ാമത്തെ വയസ്സിൽ അശോകനെ കാണുമ്പോൾ ഇപ്പം എത്ര വയസ്സാണെന്ന് 90s വന്നതിന് ശേഷമുള്ള പടമാണ് നിങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഷറഫ് ജനിക്കണേ മുമ്പ് അല്ലേ? വേണ്ടാട്ടോ, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഞാൻ നിന്നോട് കൂടാത്ത അല്ല, ഞാൻ സീനിയേഴ്സിനോട് അങ്ങനെ ഇതായിട്ട് പെരുമാറാം. പോലീസ് ആയതിനു ശേഷമാണ് ഈ ഷൂസൊക്കെ ഏതെങ്കിലും കുത്തി കണ്ടല്ല കുറ്റം ചെയ്തിന് ചെയ്തെന്ന് പറയും. സല്യൂട്ട് അടിയൊക്കെ പഠിച്ചോ? നേരത്തെ പഠിച്ചിരുന്നോ? ഇല്ല സെറ്റിൽ പോയിട്ട്. എഡീസ് അപ്പോൾ എവിടെ നിന്ന് പഠിച്ചെന്ന് ചോദിച്ചില്ലേ? ഇല്ല, അവരെ ഞാൻ വിശ്വസിച്ചു. പലരും ചെയ്ത് കിടന്നവരാണ്. വേറെ സീനിൻ്റെ ലൈറ്റ് അപ്പ് ചെയ്യാൻ പ്രിയൻ അസിസ്റ്റന്റ് ഡയറക്ടർ പാഡ് വാങ്ങിച്ചിട്ട് ചെവിരിൽ വെച്ചിട്ട് കുരുകുരാന്ന് എഴുതുന്നു. എഴുതിയിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറെ കൊണ്ട് കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ തരുന്നു. നിന്നെ ഈ പടത്തിൽ ബുക്ക് ചെയ്തിരിക്കുന്നത് ഈ ഒരൊറ്റ സീൻ നന്നായിട്ട് ചെയ്യാൻ. നമുക്ക് ചെയ്യാൻ എളുപ്പമുള്ളതും കുറച്ചുകൂടെ ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റുന്നതും എമോഷണൽ സീൻസും സീരിയസ് റോളുകളൊക്കെയാണ്. കാര്യം ഇതുള്ളപ്പം നമ്മൾ അതിൻ്റെ കൂടെ ആത്മാർത്ഥത്തിൽ നിന്നാലേ പിന്നെയും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. കല്യാണം ആലോചിക്കാനായിട്ട് പെൺകുട്ടിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു. ആ പെൺകുട്ടിയുടെ അച്ഛനൊക്കെ പറഞ്ഞ് സിനിമാക്കാരന് കൊടുക്കൂലെന്ന് പറഞ്ഞു. പക്ഷേ ഒറ്റ മോളാണെന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ഒരു പടം കാണാമെന്ന് പറഞ്ഞ് അറിയാത്ത വീഥികൾ എന്നുള്ള സിനിമ പോയി കാണും. ആ പണം തീർന്നിറങ്ങേ പെൺകുട്ടിയുടെ അച്ഛൻ ഈ അലവലാതെയാണ് കിട്ടാൻ പോണത്. ഓരോ സിനിമയ്ക്ക് ഓരോ തയ്യാറെടുപ്പുകളുണ്ടാവും. ഒരു തയ്യാറെടുപ്പില്ല, ഡ്രസ്സ് ചെയ്ത് ഫുഡ് കഴിച്ച് പോകുന്നു. നന്നായി ചെയ്യുകയാണെങ്കിൽ സാർ അപ്രിഷ്യേറ്റ് ചെയ്യാനും മടിക്കാറില്ല. എല്ലാവരും മോശമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആക്കി വിടത്തുമില്ല. രാജുവേട്ടൻ പണ്ടത്തെ അതേ രാജുവേട്ടൻ തന്നെ. ഒരു എന്നെ കുറിച്ചുള്ള പ്രതിച്ഛായുള്ള നമ്മുടെ പ്രതിച്ഛായയെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം എന്താണ്? നമ്മുടെ പ്രതിച്ഛായ അടിക്കും. ആരടിക്കും? പടം കണ്ടിട്ട് ബാക്കി സംസാരിക്കും. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ 6 അതിഥികൾ, 6 പേർക്കും സ്വാഗതം. നമസ്കാരം. എല്ലാവരും നമസ്കാരം. നമുക്ക് 2 പേരാണ് ഇപ്പൊ നമ്മളെ 3 പേരാണ് ഏറ്റവും സീനിയേഴ്സ് ആയിട്ടുള്ളത് അല്ലേ? അപ്പൊ ആരുടെ അടുത്ത് നിന്ന് തുടങ്ങും ഷർഫേ? അതല്ലേ, എല്ലാരും കൈ കൂടാണ്. രാജുവേട്ടൻ, അശോകേട്ടൻ, 2 പേരോടും തുടങ്ങാനാ പറഞ്ഞത്. ഞാൻ 50 കൊല്ലം ആയുള്ളൂ. അതിൽ കൂടുതലുള്ളവരുണ്ട്. ഞാൻ പേര് പറയും. എവിടെ ഇരിപ്പുണ്ട്? അത് ഞാൻ കഴിഞ്ഞാലേ ഇതാ. അല്ല, അശോക് ചേട്ടൻ 40 കൊല്ലം. 40 കൊല്ലം കഴിഞ്ഞ ജനുവരിയിൽ 40 കൊല്ലം പൂർത്തീകരിച്ചു. അല്ല, പപ്പൻ പ്രിയപ്പെട്ട. അപ്പൊ 40, 50 പിന്നെ അതിനേക്കാളും സീനിയറാണ്. അതിനേക്കാൾ പിന്നെ അശോകനേക്കാളും സീനിയർ. അങ്ങനെ എല്ലാരും. നിങ്ങൾ ഈ സീനിയാരിറ്റി പറഞ്ഞ വയസ്സ് കൂടുതൽ. അല്ല, രാജേട്ടൻ ഒരു വയസ്സും യൂത്തിന്റെ കൂടെ നിൽക്കുകയാണ്. യൂത്തിന്റെ കൂടെ നിൽക്കുകയാണ്. അവരുടെ പ്രായം അല്ലെങ്കിൽ അവരെ അടിപ്പിക്കില്ല. കേട്ടല്ലോ അല്ലേ? യൂത്തിന്റെ കൂടെ നിൽക്കുകയാണ്. ഒരു പുതിയ സിനിമ വരുന്നു, പ്രതിച്ഛായ അല്ലേ? അത് എനിക്ക് തോന്നുന്നു ഫാമിലിയാണ്. ഫാമിലിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാവുന്ന ഒരു സിനിമയായിരിക്കും. അതോടൊപ്പം തന്നെ ഫാമിലിയിൽ ഉണ്ടാവുന്ന അതിൽ നിന്നുണ്ടായ രാഷ്ട്രീയം എല്ലാം കൂടെ ചേർത്താണ്. രാജേട്ടൻ ഈ സിനിമ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ഞാൻ അഭിനയിക്കുന്നുണ്ട്, എനിക്കിഷ്ടപ്പെട്ട ഒരു കഥയാണ് തോന്നാനുള്ള ഒരു കാരണമുണ്ടാവുമല്ലോ. ഞാൻ ഒന്നാമത് ഒരു സർജറി എല്ലാം കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഉണ്ണികൃഷ്ണൻ പടങ്ങളിലൊന്നും അഭിനയിച്ചിട്ടില്ല. എല്ലാ പടം കണ്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോഴും വിളിച്ച് പറയാറുണ്ട്. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു വിളി വന്നത്, ഇതിനകത്ത് ഒരു നല്ല വേഷമുണ്ട്, ചെയ്യണമെന്നാണ്. അപ്പോൾ കയറി കഥ ചോദിച്ചാൽ എൻ്റെ ചീട്ട് കയറും. പടം ഞാൻ ഒന്നും മിണ്ടിയില്ല. പിന്നെ ഉണ്ണികൃഷ്ണനെ പോലെ ഒരു ഡയറക്ടർ മോശം പടം എടുക്കില്ല, ഒരു മോശം സബ്ജക്റ്റ് ആയിരിക്കില്ല, നല്ല സംഭവമായിരിക്കില്ല. ഞാൻ അതുകൊണ്ട് അതൊന്നും കേൾക്കാതെ തന്നെ ഓക്കെ സെറ്റ് വന്നപ്പോഴത്തേക്കും കാര്യം പറഞ്ഞു പറഞ്ഞപ്പം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ നല്ലൊരു വേഷമാണ്. നിങ്ങൾ ഈ നേരത്തെ സൂചിപ്പിച്ച മാതിരി കുടുംബ ബന്ധങ്ങളുടെ അതേ സെൻറ്റിമെൻറ്റ്സ് വേണമല്ലോ, എമോഷൻ സീൻസ് വേണമല്ലോ. കുടുംബത്തിൻ്റെ സംഭവമുണ്ട്. അതേസമയം ഇതിനകത്തൊരു എന്താ പറയുക, ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ്റെ നടുവിലൂടെയാണ് ഇത് പോകുന്നത്. മാത്രമല്ല അദ്ദേഹം ഷൂട്ടിംഗ് സമയത്തുള്ളതുപോലെ തന്നെ സബ്ജക്റ്റും സ്ട്രെയിറ്റ് ഫോർവേഡാണ്. എല്ലാ കാര്യങ്ങളും അങ്ങനെ വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുള്ള പല കാര്യങ്ങളും ഞങ്ങൾക്കാർക്കും പറയാൻ പറ്റാത്തൊരു പൊസിഷൻ കിടക്കും. ഇതിനകത്ത് കുറേ സസ്പെൻസുണ്ട്. ഞാൻ ഇന്ന വേഷമാണ്, ഞാനാണ് അവസാനം കൊല്ലുന്നത്, ഞാനാണ് അവസാനം തൂങ്ങിച്ചാകുന്നതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ സിനിമ കാണുന്നതിൻ്റെ രസം ചെയ്തിട്ട് പോകില്ല. ഇതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ നല്ലൊരു സിനിമ ചെയ്തെന്നുള്ള സംതൃപ്തിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. എനിക്കുള്ളത് എവിടുന്നും ചോദിച്ചു നോക്കുക. രാജേട്ടന് സംതൃപ്തി ഉണ്ടല്ലോ. ഏത് സിനിമ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആ സിനിമ ചെയ്ത് സംതൃപ്തി കിട്ടാറുണ്ട്. എല്ലാ സിനിമയും ഇല്ല, ചിലത് സംതൃപ്തി കാണത്തില്ല. നമ്മൾ പോയി ചെയ്തു, പക്ഷേ ഇങ്ങനെയൊക്കെ നന്നാക്കാൻ വരുന്നത്, ഇതിങ്ങനെ ആയിപ്പോയല്ലോ എന്ന് മനസ്സിൽ തോന്നും, വെളിയിൽ പറയില്ല.
വെളിയിൽ പറഞ്ഞാൽ അത് മനസ്സിൽ പറയും. മനസ്സിൽ നമ്മളൊക്കെ ജഡ്ജി നമുക്ക് വെളിയിൽ പറഞ്ഞാൽ ആ സിനിമയുടെ പേരുകളൊന്നും അല്ല, ആ സിനിമയ്ക്കും ദോഷമാണ്, പിന്നെ അവരുടെ ശത്രുതയും സമ്പാദിക്കേണ്ടി വരും. അത് പറയത്തില്ല, പറയുന്ന ആൾക്കും ദോഷം, പറയുന്ന പറയുന്ന ആൾക്കും ദോഷമാണ്. അല്ലേ? അതെ, പിന്നെ അപ്പൊ അതെന്തായാലും നമ്മൾ ചോദിക്കണ്ട അല്ലേ? ചോദിക്കുന്നില്ല. അങ്ങനെ നമുക്ക് തോന്നിയിട്ടുണ്ട്, സ്വാഭാവികമാണ്. തോന്നാറുണ്ട്, പിന്നെ നമ്മൾ നോക്കാറില്ലേ സംഭവം. അപ്പൊ സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സംശയം വരില്ലേ? എന്നെ സംബന്ധിച്ചോളം ഞാൻ സെലക്ട് ചെയ്യുന്നതിന് പ്രസക്തിയില്ല. ഇത്രയും നാൾ ഇവിടെ നിന്നപ്പോൾ എന്നെ ആരെങ്കിലും സെലക്ട് ചെയ്തതിലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ആൾക്കാരെന്തിനാ ഇങ്ങനെ ഭയം നയിക്കുന്നത്? വിളിക്കാൻ പറയൂ. വിളിക്കുന്നുണ്ടല്ലോ, ഇപ്പൊ കൈ നിറയെ സിനിമ ഉണ്ടല്ലോ. കൈ നിറയെ പഴയ ടിക്കറ്റേ ഉള്ളൂ സിനിമ കാണാൻ പോയതിൻ്റെ. അശോകേട്ടാ, ഇതാണ് രാജേട്ടൻ്റെ അഭിപ്രായം. ഈ 40 വർഷത്തിൽ കുറേ രാഷ്ട്രീയ വേഷങ്ങൾ ചെയ്താണ് അശോകേട്ടൻ. കുറേ രാഷ്ട്രീയ വേഷങ്ങൾ ചെയ്താണ്. ഇതിലെ രാഷ്ട്രീയ വേഷം എന്താണെന്ന് ചോദിക്കാൻ പറ്റില്ല എന്ന് രാജേട്ടൻ ഇപ്പൊ തന്നെ പറഞ്ഞു. പക്ഷെ എങ്കിലും ഒരു ഡൗട്ട് കൊണ്ട് എന്തായിരുന്നു പറയുക രാഷ്ട്രീയ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനാണ്. പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയാനുള്ള സംഭവമൊന്നുമില്ല. പിന്നെ അത് ഞാൻ പറഞ്ഞാൽ ഇപ്പം രാജേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ സസ്പെൻസ് പോകും. എന്നാൽ വലിയ സംഭവമൊന്നും അല്ല എങ്കിൽ തന്നെയും കുറേ രാഷ്ട്രീയക്കാരുടെ വേഷം ഉണ്ട്, സസ്പെൻസ് ഉണ്ട്. അത് രാജേട്ടൻ പറയും, അത്രേ ഞാൻ പറയുള്ളൂ, കാര്യം പറയില്ല. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ കുറേ രാഷ്ട്രീയക്കാരെ ഞാൻ പറഞ്ഞില്ലേ 300-ലേറെ സിനിമ അഭിനയിച്ചു, 40 വർഷം കഴിഞ്ഞു. കുറേ രാഷ്ട്രീയക്കാരെ ചെയ്തിട്ടുണ്ട്, തമാശക്കാരനായിട്ടുള്ള രാഷ്ട്രീയക്കാരെ ചെയ്തിട്ടുണ്ട്, സീരിയസ് ആയിട്ടുള്ള ചെയ്തിട്ടുണ്ട്, കൊല്ലുന്ന ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയക്കാരിൽ തന്നെ. പക്ഷെ ഇത് എനിക്ക് വളരെ സംതൃപ്തിയോട്, എല്ലാ സംതൃപ്തിയോട് തന്നെ ചെയ്യുന്നത്. ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. കാരണം ഇതിൻ്റെ കഥ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല സബ്ജക്റ്റാണ്. ഇതൊരു പൊളിറ്റിക്കൽ സബ്ജക്റ്റ് അല്ല, ഒരു ഫാമിലിയാണ്. ആ ഫാമിലിയുടെ സംഭവങ്ങൾ പോകുന്നത് പൊളിറ്റിക്സിൻ്റെ ചരടിലൂടെയാണ്. അത് വളരെ രസകരമായിട്ട് ഇങ്ങനെ പറഞ്ഞ് എവിടെയും ഡ്രോപ്പ് ആവാതെ ആ ഗ്രാഫ് ഇങ്ങനെ കയറി വരുന്നൊരു സ്ക്രിപ്റ്റ്. പിന്നെ ഗംഭീരമായിട്ട് എടുത്തിട്ടുമുണ്ട്. പുതിയ ക്യാമറ അസലായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഗംഭീരമായിട്ട്, ഞാൻ കണ്ടതാണ്, എല്ലാവരും ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഫ്രെയിം പോലും നമുക്ക് ബോറടി വരില്ല. ഭയങ്കര ഫാസ്റ്റാണ് ഫിലിം. എല്ലാം ആറാറാണ്, എല്ലാം കൂടെ പാക്ക്ഡാണ്. പക്ഷെ അതിലേറെ ഞാൻ ചെയ്തതിൽ വെച്ച് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ്. അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇനിയിപ്പം സീൻ കണ്ടു തീരാണ് എന്ത് ജനമാണ് പറയുന്നത്. നമ്മൾ എല്ലാവരും പറയാറുണ്ട്, ഇത് ചെയ്യുമ്പം ഇങ്ങനെ ഒരു ഡയലോഗ് പറയാറുണ്ട്, ഞാൻ ചെയ്തതെന്ന് വളരെ ഡിഫറെൻ്റ് ആണ് എന്ന് പുള്ളി പറഞ്ഞില്ലേ. അങ്ങനെ എല്ലാവരും പറയാറുണ്ട്. പക്ഷേ ഞാനും കൂടെ അഭിനയിച്ചതല്ല, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേഷമാണ് അശോകൻ. അത് പറഞ്ഞില്ലേ, സസ്പെൻസ് ചുണ്ടനങ്ങി ചോദിക്കാന്ന് അല്ല ഇവിടെ പറയാൻ പോയി, ഞാൻ പിടിച്ചു നിർത്തി. എനിക്ക് അതിപ്പം ഇവര് കണ്ട രാജേട്ടൻ്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുമ്പോൾ രാജേട്ടന് ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. ചില ആളുകൾ കൊണ്ട് വെറുതെ ആണെന്നാണ് പറയുന്നത്. പക്ഷെ അതല്ല എന്ന് കൃത്യമായിട്ട് രാജേട്ടൻ പറയുന്നത്. അത് വ്യത്യസ്തമായിരിക്കും. നമ്മളെക്കുറിച്ച് നമ്മൾ പെർഫോം ചെയ്തിട്ട് ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പോൾ നമ്മളെക്കുറിച്ച് പറയുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്. അത് ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് പറയുമ്പോൾ എനിക്ക് അതിൽ ഒരു സന്തോഷം. 100%. അതെ ചേച്ചി, ഇപ്പോൾ കുറേ സിനിമകൾ പണ്ടൊക്കെ നമ്മൾ കണ്ട എത്രയോ സിനിമകൾ കുറവാണ് ചേച്ചിയെ കാണുന്നത്. പക്ഷെ ഇത്തരം ഒരു സിനിമയിൽ തിരിച്ചു വരുമ്പോൾ ഇവരെല്ലാവരുമായിട്ട് ഒരുമിച്ച് കൂടുന്നു. ആ ഒരു അനുഭവം വലുതായിരിക്കുമല്ലോ ലൊക്കേഷൻ ഉണ്ടായത്. വളരെ സന്തോഷമുണ്ട്. എനിക്കും ആദ്യം മോനേട്ടനാണ് വിളിച്ചത്. ഇങ്ങനെ ഉണ്ണി സാറിൻ്റെ ഒരു ഫിലിം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല, ഏതോ നമുക്ക് വരുന്നു മോനേട്ടാ, ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിന് ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ശക്തമായ ഒരു കഥാപാത്രം ആണെന്ന് അറിഞ്ഞത്. ഈ പറഞ്ഞ മാതിരി എല്ലാം മിക്സഡാണ്. എല്ലാവരും കാണുമ്പോൾ വിചാരിക്കും പോളിറ്റിക്സ് മാത്രമാണ് ഉള്ളതെന്ന്. പക്ഷെ അതല്ല, ഫാമിലി ഇമോഷൻസ്. പിന്നെ ഈ പറഞ്ഞ ഇപ്പോൾ രാജുവേട്ടനെ കാണുമ്പോൾ നിറയെ ഫിലിംസ് രാജുവേട്ടനെ കണ്ടിട്ടുണ്ട്. രാജുവേട്ടൻ വെറുതെ ഇരിക്കില്ല, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തു. പക്ഷേ രാജുവേട്ടൻ ഇതിലൊരു സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അശോകേട്ടനും ഞാൻ എല്ലാ പടങ്ങളിലും കാണുമ്പോൾ ഭയങ്കര ഒച്ചയും കോമഡി സീൻസ് നിറയെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു വ്യത്യാസമായ ഒരു സ്റ്റബേൺ ആയിട്ടൊരു ടെറർ ആയിട്ടുള്ള ഒരു ലുക്ക് ഞാൻ 2-3 ടീസറിൽ കണ്ടു. അതാ ഞാൻ പറയുന്നത്, വളരെ എല്ലാവർക്കും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. വളരെ ഹാപ്പി ആയിരുന്നു ചെയ്യാൻ. ഉണ്ണി സാറും ഫോഴ്സ് ചെയ്യാതെ ആ ഒരു സിറ്റുവേഷൻ മാത്രം പറഞ്ഞു തരും. ഫുൾ സബ്ജക്റ്റ് എന്താണെന്നുള്ളത് ഇപ്പോഴും അറിയില്ല. പക്ഷെ ആ സീൻസിന് വേണ്ടിയ
എന്താണെന്നുള്ളത് പറഞ്ഞു തരും. അത് ചെയ്താൽ മൂപ്പർ സാറ്റിസ്ഫൈഡ് ആണ്. വളരെ ഹാപ്പി ആയിരുന്നു എല്ലാവരും. കുറേ നാളുകളായി സിനിമയിൽ ഫ്രെയിമിൽ കണ്ടിട്ട്, സിനിമ ഫ്രെയിമിൽ കാണുന്നില്ല ചേച്ചിയൊക്കെ. അതൊക്കെ പണ്ടൊക്കെ ചെയ്തു വെച്ചിരുന്ന സിനിമകൾ ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. പക്ഷെ ഇത്രയും നാളും ആ സിനിമയിലേക്ക് ഒരു വരവില്ലാതെ വന്നപ്പോൾ ഒരു ഫീൽ ഉണ്ടായിരുന്നു. എന്താണ്? അതുണ്ട്. കുറേ മലയാള ഫിലിംസൊക്കെ വന്നിട്ട് ഇപ്പോൾ നല്ല നല്ല ഫിലിംസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു നല്ലൊരു ക്യാരക്ടർ കിട്ടിയപ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. ഇപ്പോൾ ചെറിയ ക്യാരക്ടറാണെങ്കിലും ഇപ്പോൾ സത്യേട്ടൻ്റെ പടമൊക്കെ ചെയ്യുമ്പോൾ ഒരു ചെറിയ നോട്ടബിൾ ക്യാരക്ടറാണ് അത്. പക്ഷെ ഇത്രയും വലിയ ഒരു പാസിങ് ഇല്ല. ഇത് ഒരു നല്ല ട്രാവലാണ് എനിക്ക്. അത് വളരെ സന്തോഷമുണ്ട് ചെയ്തതിൽ. തീർച്ചയായിട്ടും നമുക്കും സന്തോഷമാണ്. ചേച്ചിയൊക്കെ തിരിച്ച് ഫ്രെയിമിൽ കാണുമ്പോൾ നമുക്കും അതിനൊക്കെ സന്തോഷം ഒത്തിരിയാണ്. പ്രഷർ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇപ്പോഴും വിളിക്കുന്നത്. അതെ. അല്ലെങ്കിൽ ഒരു ഡയറക്ടർ വിളിക്കില്ലോ. പ്രഷർ ഇഷ്ടപ്പെടുന്നു എന്ന് അവർക്ക് തന്നെ തിരിച്ചറിയുന്നതുകൊണ്ട് തന്നെയാണ്. തെളിവാണ്. ഷറഫ് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. ഈ പറഞ്ഞ പോലെ ഷറഫ് കുറേ നാളുകളായി സിനിമകളിൽ നായകനായിട്ടും എല്ലാ വേഷങ്ങളും ചെയ്ത് നല്ല രീതിക്ക് വരുന്ന സമയത്ത് ഇവരെ പോലെയുള്ള ആളുകളെടുത്ത് അതും നമ്മൾ ഉണ്ണിയേട്ടൻ്റെ കൈകളിലേക്ക് ഭദ്രമായിട്ട് എത്തുകയും ചെയ്യുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ഇവരൊക്കെ ഉള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഒത്തിരി ആളുകളായിട്ട് സീനിയറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, സീനിയർ ആളുകളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ രാജചേട്ടൻ്റെ കൂടെയൊക്കെ എനിക്ക് രാജചേട്ടൻ്റെ കൂടെ കോമ്പിനേഷൻ ഞങ്ങൾ തമ്മിൽ കാര്യം ഞങ്ങൾ ഈ വെയിലത്തൊക്കെ ആയിട്ട് കഴിഞ്ഞ 7 മാസമായിട്ട് കേരളത്തിൽ ഷൂട്ട് ചെയ്തപ്പം കുളു, മണാലി, ബാംഗ്ലൂർ, വെളി രാജ്യം എനിക്കറിഞ്ഞൂടാ. ഞങ്ങൾ തമ്മിൽ സീനില്ല. ഞങ്ങൾ പ്രേമത്തിലൊന്നും ചേർന്ന്. അത് പ്രേമത്തിലാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ സൂപ്പർ ഹിറ്റാണ് കേട്ടോ പ്രേമം. റിപ്പീറ്റ് ചെയ്യട്ടെ. ഞാനും അശോകൻ ചേട്ടനായിട്ട് കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്കിങ്ങനെ പല സ്ഥലത്തൊക്കെ ആയിട്ടായിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ്. പക്ഷെ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ലോ ഇതിൻ്റെ ക്യാരക്ടറെ കുറിച്ച്. ഒരു ശരിക്കും ഈ സിനിമയിൽ ഇപ്പോൾ എന്നെക്കുറിച്ച് പ്രതീക്ഷിക്കുന്ന ഒരു ക്യാരക്ടർ എന്താണെന്നുള്ളത് ഏകദേശം അറിയില്ല. പക്ഷെ അതങ്ങനെയല്ല. എന്താ പറയുക, ഇതിലെ കഥാപാത്രത്തിനെ അയാളുടെ കഥ കൃത്യമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ക്യാരക്ടറിൻ്റെയും കഥയുണ്ട് ഈ സിനിമയിൽ. അയാളുടെയും കഥ അയാൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ കാണുമ്പോൾ ഈ ജനിച്ചപ്പോൾ തൊട്ട് മോശമായ ഒരാളൊന്നുമല്ല. വഴിയിൽ എവിടെയോ എന്തൊക്കെയോ ചെറിയ തെറ്റിദ്ധാരണകളൊക്കെ സംഭവിക്കുന്ന ഒരാൾ എന്നുള്ളതാണ് ശരിക്കും സിനിമയിലെ കഥാപാത്രത്തിൻ്റെ ഒരു അവസ്ഥ. ഈ രാജചേട്ടൻ്റെ കൂടെ ഇതിനകത്തൊരു സീനില്ല, അശോകൻ ചേട്ടനായിട്ട് ഞങ്ങളൊരു നല്ല രസമുള്ളൊരു സീനുണ്ട്. അത് എന്താണെന്ന് പറയാൻ പറ്റില്ല, തിയേറ്ററിൽ പോയിരുന്ന് കാണാം. പക്ഷെ അവിടെ ഒരു അനുഭവം ഉണ്ടായിരിക്കുമല്ലോ. ആ സീൻ എടുക്കുമ്പോൾ ഒരു അനുഭവം ഉണ്ടല്ലോ, നിങ്ങൾ തമ്മിലുള്ള ഒരു അനുഭവം. ഞാനന്ന് ആക്ച്വലി എൻ്റെ മുണ്ട് എടുത്തിട്ട് ശരിയാവുന്നുണ്ട്. ഞാൻ ആ ഒരു അനുഭവത്തിൽ കിടക്കുമായിരുന്നത്. അതല്ല, ഞാനും അശോകൻ ഫസ്റ്റ് ഡേ അങ്ങനെ വന്ന് ഫസ്റ്റ് ഡേ തന്നെയായിരുന്നു അല്ലേ. എൻ്റെ ഫസ്റ്റ് ഡേ ആണ് എനിക്ക് അശോകൻ്റെ കൂടെ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ പറയുന്ന കാര്യങ്ങൾ മറ്റേ വാഹനം നടന്നുകൊണ്ടിരിക്കുമായിരുന്നു, മനസ്സിലായോ. അപ്പോൾ അത് ഭയങ്കര എന്താ പറയുക, ആ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ അശോകൻ ചേട്ടൻ ആ സമയത്ത് പിടിച്ചിരിക്കുന്ന ഒരു സംഭവം ഞാൻ കണ്ട് ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഓക്കെ, അശോകൻ ചേട്ടൻ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ചെയ്ത് പിടിക്കുന്നുണ്ട്. അപ്പം എന്തായിരിക്കും ചോദിക്കാനൊരു മടി. പക്ഷെ ഞാനത് ട്രെയിലർ കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഡബ് ചെയ്യാൻ പോയി കുറച്ചും കൂടി സീൻസ് കണ്ടപ്പോൾ അശോകൻ ചേട്ടൻ അത് അപ്പം അവിടെ ഇരുന്നപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ടിരുന്നതല്ല, മനസ്സിലായോ. പൊതുവായിട്ടുള്ള ഒരു പരിപാടിയാണെന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ അത് ഭയങ്കര വർക്കായിരുന്നു. എനിക്ക് എന്താ പറയുക, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ്. രാജചേട്ടൻ പ്രേമത്തിന് ശേഷം ഇപ്പോഴാണ് ഒരു ഞാനും രാജചേട്ടനും സിനിമയിൽ കോമ്പിനേഷൻ. രാജചേട്ടാ ഇങ്ങനെ കൗണ്ടർ തന്നെ ഇന്ന് രാവിലെ കൊടുത്തല്ലേ, കോമ്പിനേഷനിലില്ല. പറഞ്ഞപ്പോ പ്രേമ എന്ന് ഓർത്തുന്ന നമ്മളത് പ്രേമല്ല, എനിക്ക് ആരാധനയുള്ളൂ പുള്ളിയുടെ. അതുണ്ടല്ലോ അല്ലേ, പ്രേമം ലേഡീസിന് എടുത്തേ ഉള്ളൂ. ഇതുണ്ട്, ആരാധന ഉണ്ടല്ലോ അല്ലേ. ആരാധന ഉണ്ടാവും, സമാധാനമായി. ആരാധന അതൊരു നല്ല ആക്ടറെ ആരും ആരാധിച്ചില്ല. മനസ്സിൽ ദേഷ്യം മറ്റേത് മറിച്ച് അവന്റെ പടം കാണില്ലെന്നെങ്കിലും ഫസ്റ്റ് ഡേ പോയി കാണും, മനസ്സിൽ എൻജോയ് ചെയ്യും. വെളി ഇറങ്ങിയിട്ടേ എന്ന് പറഞ്ഞിട്ട് തുറന്നു പറയുന്നത് എല്ലാം പറയൂല്ലോ. പിന്നെ രാജചേട്ടൻ ലാസ്റ്റ് പാലായിന്ന് മോളെ കാണണം അത്രേ ഉള്ളൂ, അതാണ് സാധനം. രാജചേട്ടൻ അത്രേ ഉള്ളൂ. അത് രാജചേട്ടൻ ഡയലോഗാണത്. ലാസ്റ്റ് പാലായിന്ന് മോളെ കാണാൻ പോകണം. ഇവിടെ മാത്രം ഡയലോഗാണ്. അത് രാജചേട്ടൻ അത് അപ്പൊ ഇംപ്രവൈസ് ചെയ്തൊന്നും അല്ല, സ്ക്രിപ്റ്റിലുണ്ട്. ആ ഒരൊറ്റ സീക്വൻസ് ഇല്ലേ, ആ ഒരൊറ്റ സീക്വൻസിനകത്ത് ഇംപ്രവൈസേഷനേ ഇല്ല. സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും വേറെ സീൻ്റെ ലൈറ്റ് അപ്പ് ചെയ്യാൻ പ്രിയൻ അസിസ്റ്റൻ്റ് ഡയറക്ടർ പാഡ് വാങ്ങിച്ചിട്ട് ചെവിരിൽ വെച്ചിട്ട് കുരുകുരാന്ന് എഴുതിയിട്ട് അസിസ്റ്റൻ്റ് ഡയറക്ടറെ കൊണ്ട് കോപ്പി എടുക്കാൻ വന്നിട്ട് എൻ്റെ തരുന്നു. നിന്നെ ഈ പടത്തിൽ ബുക്ക് ചെയ്തിരിക്കുന്നത് ഈ ഒരൊറ്റ സീൻ നന്നായിട്ട് ചെയ്യാനാണ്. ഉച്ചയ്ക്ക് ശേഷം എടുക്കുന്നു. ഞാൻ ഇരുന്ന് കാണാതെ എടുപ്പ് ഇത് എങ്ങനെ ഇത്രയും ആർട്ടിസ്റ്റ് ഉണ്ട്, ഞാൻ മാത്രം ഡയലോഗ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ല. പിന്നെ മോഹൻലാലും
അന്ന് എടുത്തില്ല. ഞാൻ രാത്രി ആകുമ്പോൾ 2 പ്രാവശ്യം എനിക്ക് വാഷ്റൂമിൽ പോകുമ്പോൾ ഇത് പിന്നെയും പഠിക്കാം. പിറ്റേന്ന് രാവിലെ ചെല്ലുമ്പോൾ 11 മണിക്കുന്നത്. മനസ്സിലായി. അങ്ങനെ എന്നെ 5ാമത്തെ ദിവസം ഞാൻ പറയാം വീട്ടിൽ പോകണം, എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല, കഴിഞ്ഞാൽ പറയുന്നത് ഇപ്പോൾ എടുക്കുന്നത്. അങ്ങനെ അന്ന് എടുത്ത് ഫസ്റ്റ് ടേക്ക് അങ്ങ് ഓക്കെ. ഓക്കെ, അത് ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയില്ലെങ്കിൽ എൻ്റെ കിളി പോയനാണ്. ആണല്ലേ? അത് നമുക്ക് എല്ലാവർക്കും ബേസിക്കലി നമുക്കൊരു ഫിയർ ഒക്കെ ഉണ്ട്. ഇത്രയും പേര് നിൽക്കുന്നു, തിലേൻ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയില്ല തിലേൻ ചെയ്യണം. ഓക്കെ, അതൊക്കെ ഒരുപാട് കാലം, അതൊക്കെ ഓരോ കാലഘട്ടം. ഫയർ കാലഘട്ടം. അതുപോലെ തന്നെ ഇതില് ഒരു ഡയലോഗ്, എനിക്ക് കുറച്ച് ലെങ്ത് ഉള്ള ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. ഭയങ്കര ലെങ്ത് അല്ല, ഞാനത് കിട്ടി. ഞാൻ അങ്ങനെ ഡയലോഗ് പറഞ്ഞിട്ടില്ല, മീൻ ലെങ്ത്തിന്റെ അല്ല. ആ ടൈപ്പ് ഡയലോഗ് ഒന്നും ഞാൻ ഇതിൽ പറഞ്ഞ ഡയലോഗ് ഒന്നും ഞാൻ ജീവിതത്തിൽ ഇതൊരു സിനിമയിലും പറയാത്ത ഡയലോഗ്. ആ സ്റ്റൈലാണ്, റൈറ്റിംഗ് പാറ്റേൺ ഒക്കെ ആ സ്റ്റൈലാണ്. അപ്പം ഞാനത് ഇങ്ങനെ വായിച്ചത് വീട്ടിൽ സ്ക്രിപ്റ്റ് കിട്ടിയപ്പോഴും വീട്ടിലിരുന്ന് പഠിക്കുന്നു, സെറ്റിലിരുന്ന് പഠിക്കുന്നു, ലൊക്കേഷൻ പഠിക്കുന്നു, എല്ലാം ബൈഹാർട്ടാക്കി. അതാണ് ട്രെയിലറിൽ വന്നേക്കുന്ന ഒരു കഷ്ണം. അത് ഞാനൊരു ഒറ്റ ഷോട്ടായിരിക്കുന്നത് 16 ഷോട്ടാണത്. കട്ട് ചെയ്ത് അതിന് ബിൽഡപ്പ് കയറ്റി. അപ്പം ഞാൻ ബൈഹാർട്ട് പഠിച്ചത് വെറുതെ ആയിപ്പോയി. പക്ഷെ എന്നാലും ഉള്ളിലെ സാധനം കിട്ടി. പക്ഷെ എത്ര ഷോട്ടാണെന്ന് അറിയാം ആ ഒരു ഡയലോഗ് മാത്രം. അത് ചെറിയ ഡയലോഗ് പോലും കുറേ ഷോട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാ മൂവ്മെന്റിലാണ് നിൽക്കുന്നത്, എല്ലാ മൂവ്മെന്റിലാണ്. ഭയങ്കര ബ്യൂട്ടിയാണ് ആ മൂവ്മെന്റിലായതുകൊണ്ട്. എല്ലാ കട്ടും ഇത് ഉണ്ണിയണ്ണ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഷർട്ട് എടുത്ത് എല്ലാത്തിനും എടുത്ത് ഞാൻ പറയുന്നില്ല. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് സിനിമ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്നോണ്ടാണ് ഞാൻ ഇത്ര ഇതായിട്ട് പറഞ്ഞത്. കാരണം ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല. ഒന്ന് ആലോചിക്കണം, ഇവർ ഇത്ര വർഷമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തൊക്കെ രീതിക്കായിരിക്കും ഒരേ നമുക്ക് ആ തിയേറ്ററിൽ പോയിരിക്കുമ്പോൾ എക്സ്പീരിയൻസ് കിട്ടാൻ പോകുന്നത് അല്ലേ. വലിയ സ്കെയിലുള്ള സിനിമയാണ്. ഭയങ്കര ഒരുപാട് എന്താ പറയുക, നമ്മളിത് കഥാപാത്രങ്ങളാണെങ്കിൽ പോലും അത് സാറിപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ വരുമ്പോൾ എടുക്കുന്ന ഷോട്ട് ഇത്രയുണ്ട്. ഒരു ദിവസം എടുത്ത് അത്രയും ഷോട്ട്സ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ എനിക്ക് തന്നെ ആ ഡയലോഗ് തന്നെ, ആ ഡയലോഗ് മാത്രമല്ല ആ സീൻ തന്നെ വലിയ സീനൊന്നും അല്ല. അത് 2 days എടുത്തത് ആ സീൻ എടുക്കാൻ. അത്ര ഷോട്ട് വേണം. അതുപോലെ തന്നെ ക്യാമറമാൻ്റെ ലൈറ്റപ്പ്, എഡിറ്റ് കിളി പോയി കാണും കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്തിടണ്ടേ ഷർഫേ? അതിനെ ചെയ്യണമല്ലോ. എഡിറ്ററിന്റെ കയ്യിലേക്കല്ലേ കൊണ്ട് കൊടുത്തിരിക്കും ഇത്ര എടുത്തിട്ട്. അല്ല, എഡിറ്ററിൻ്റെ അറ്റ്ലീസ്റ്റ് മെറ്റീരിയൽ ഇട്ടുന്ന ഒരാൾ എഡിറ്റ് ചെയ്താൽ മതി. പക്ഷേ അത് കിളി പോകുന്നല്ലേ പറഞ്ഞത്, ഈ ക്യാമറ കണ്ട് ജീവൻ പോയിട്ട് അത്ര ഭയങ്കര ഏരിയ ലൈറ്റപ്പും പെർഫെക്ഷനുമാണ് അല്ലേ. നമ്മളെല്ലാവരും സംസാരിക്കുമായിരുന്നു. ഒരു ഡയലോഗ് എടുക്കില്ലെങ്കിൽ നമുക്ക് അതിന് ഒരു കോമൺ ലൈറ്റപ്പ് ചെയ്തിട്ട് അത് കട്ട് ഷോട്ട് ചെയ്യാൻ നേരത്തെ നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ കട്ട് ഷോട്ട് ചെയ്യാൻ കണ്ടിട്ടില്ല. ഒരു കോമൺ ലൈറ്റപ്പ് ചെയ്തിട്ട് എല്ലാത്തും ഫേവർ ചെയ്യുന്ന വിധത്തിൽ കട്ട് ഷോട്ട് പൊളിച്ച് ലൈറ്റപ്പ് ചെയ്ത്. അതാ മിക്കവാറും സീനിലൊക്കെ 3000, ഒരു സീനിൽ 4000 പേരുണ്ട്, ഡെയിലി 1000 പേരെങ്കിലും ഉണ്ട്. അങ്ങനെ ക്രൗഡിന്റെ ഏറ്റവും വലിയ സിനിമയാണിത്. ഏറ്റവും വലിയ സിനിമ. ഞാൻ പടം തീരാൻ നേരത്തെ പുള്ളിരുന്ന് പറഞ്ഞു, നിങ്ങളുടെ എല്ലാ സിനിമയും കണ്ടിട്ടുണ്ട്, ഇതാണ് നിങ്ങളുടെ ഏറ്റവും നല്ല സിനിമ, അതിനേക്കാളൊക്കെ പോകുന്നത്. സത്യം പറഞ്ഞല്ല, മണി ഇല്ലല്ലോ എനിക്ക് വേണ്ട, 900 പറഞ്ഞ കഥകൾ ഉണ്ടാക്കുന്നല്ലേ ഉള്ളൂ. പേര് മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ, പണിയൊന്നും ഇല്ല. സെക്രട്ടറിയേറ്റിന്റെ ഫ്രണ്ടിലൊക്കെ ഷൂട്ട് ഉണ്ടായിരുന്നു. 6000 പേരോ 5000 പേരോ 6000 പേരുണ്ടായിരുന്നു വന്നിട്ട് സെക്രട്ടേറിയറ്റ് വളയുന്നത്. ആ സെക്രട്ടേറിയറ്റ് ഒരുപാട് സാറിന്റെ അസിസ്റ്റൻസ് ആയിട്ടും സാറിന്റെ കൂടെ വർക്ക് ചെയ്തവരും സാറിന്റെ ഫ്രണ്ട്സ് എല്ലാവരൊക്കെ ഓരോ ഏരിയ തിരിച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അന്നത്തെ ദിവസം. പിന്നെ അതുപോലെ ഫ്രെയിം ഷൂട്ട് ചെയ്യുന്നത്. ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ ക്രൗഡിന്റെ ഫ്രെയിം വെച്ചാൽ ഒരു മിഡ് റേഞ്ചാണ് വെച്ചേക്കണമെങ്കിൽ അത് ഇത്ര പേരെ നോക്കുന്ന ഒരാൾ, ഇത്ര പേരെ നോക്കുന്ന അവൻ എന്തെങ്കിലും തെറ്റിച്ചിട്ടുണ്ടോന്ന് എനിക്ക് എല്ലാം കൂടി സാറിന് നോക്കാൻ പറ്റില്ലല്ലോ. അത്രയുമായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോരുത്തർ നിർത്തി വാച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഏറ്റവും വലിയൊരു സിനിമയാണ് തീർച്ചയായിട്ടും. ജീവിതത്തിലെ സിനിമ മാത്രമല്ല, ആർക്കും ബോറടിക്കത്തില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഇതിന്റെ സബ്ജക്റ്റ് പോകുന്നത്, അല്ലാതെ വളരെ സീരിയസ് ആയിട്ടല്ല. നമുക്കിതിനൊരു കണക്ട് ഉണ്ട് ഇതിനോട്. നമ്മുടെ രാഷ്ട്രീയ ഇതിന്റെ ബാക്ക്ഡ്രോപ്പിലാണ് ഈ സമയം ബെസ്റ്റ് റിലീസ് ചെയ്യുന്നത്. പ്രഖ്യാപിച്ചോടെ മുമ്പ് വരുന്നത് മുമ്പ് കാണേണ്ട സിനിമയാണെന്ന്. അതുപോലെ തന്നെ ഫാമിലി ഭയങ്കര ലിങ്ക്ഡ് ആണ്, ഭയങ്കര കണക്റ്റഡ് ആണ് ഫാമിലി. ഓ, ഇതൊന്നും കണ്ടാൽ മതി. ഇപ്പൊ എനിക്ക് ഇന്റർവ്യൂ ഒന്നും വേണ്ട, പോയി സിനിമ കാണാനുള്ള തിരക്കായി കേട്ടോ. അതാണ് നിങ്ങൾ വെച്ച് ഒരു ആദ്യമായിട്ട് സിനിമയിലേക്ക് എത്തുന്നു അല്ലേ. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. ഇത്രയും വലിയൊരു സിനിമയിലാണ് വന്നെത്തിയത്. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്? ഞാൻ ആങ്കറിങ് ചെയ്യുമായിരുന്നു. അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് സാർക്ക്, എനിക്ക് തോന്നുന്ന സാറിൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു കൊടുത്തതാണ്. ഇങ്ങനെ പുതുമുഖത്തിനെ നോക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അയച്ചു കൊടുത്തു. എന്നിട്ട് കാസ്റ്റിംഗ് ടീം എന്നെ വിളിച്ചു, ഓഡീഷൻ ഉണ്ടായി. ഓഡീഷൻ കഴിഞ്ഞിട്ടാണ് കയറിയത്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്?
ഭയങ്കര നല്ല ആങ്കർ ചെയ്യണ പോലെ അല്ലല്ലോ. അല്ല ആക്ച്വലി ഇവിടെ ഇരിക്കാനാണ് കേട്ടോ പാട്, അവിടെ ഇരിക്കാനല്ല. എവിടെ ഇരിക്കാൻ എളുപ്പമല്ലേ? എളുപ്പമാണ്. ഞാൻ ആക്ച്വലി അത് ചെയ്യുമ്പോൾ വിചാരിച്ചത് 4 മണിക്കൂറൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണല്ലോ വരിക. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഒരു ടെൻഷൻ ഇന്നലെ തൊട്ട് എനിക്ക് മനസ്സിലായി. ഇവിടെയാണ് ഏറ്റവും ടെൻഷൻ, അവിടെയല്ല. ഇവിടെ ഇരുന്ന് ഒത്തിരി പേരെ വെള്ളം കുടിപ്പിക്കാറുണ്ട്. ഞാൻ വെള്ളം കുടിപ്പിച്ചിട്ടില്ല. കുറച്ചേരം മാറിയിരിക്കാം. ചേട്ടാ ഇരിക്കുന്ന ടെൻഷനാണോ? ആ ടെൻഷൻ അല്ല. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോ നമ്മൾ പറയുന്ന ഓരോ വാക്കിനും നമ്മൾ അക്കൗണ്ടബിൾ ആണല്ലോ. അപ്പോൾ എല്ലാ മനുഷ്യനും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ചിലപ്പോൾ സ്ലിപ്പ് ഓഫ് ടങ് വരുന്ന സാധനമായിരിക്കും. അതാണ് അവർക്ക് താല്പര്യം. അതെനിക്കറിയില്ല. അതൊക്കെ അറിയാമല്ലോ. ഉടനെ എന്റെ അടുത്തേക്ക് അവര് ഭയങ്കരമായിരുന്നല്ലേ അവർക്ക് താല്പര്യം. എന്റെ താല്പര്യം പരിപാടി വെച്ച് കഴിഞ്ഞാല് ഇട്ടെടുക്കുക എന്നുള്ള സംഭവം. പക്ഷെ നിങ്ങളുടെ സ്ഥാനത്ത് വേറൊരാൾ ഒന്ന് ഫ്ലാങ്ക് ആവുകയും ചുമ്മാ ഇരിക്കുകയും ചെയ്താൽ ഇൻട്രസ്റ്റിംഗ് ആവില്ല. ഇത് മാറ്ററും വരില്ല. അതങ്ങനെയാണ് ഇതിന്റെ സംഗീതകാർ, ഇതിന്റെ മ്യൂസിക്കാർ, ഡയറക്ഷൻ പോട്ടെ. അതാണ് എടുക്കുക പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ഇവിടെ വരെ എത്തിയില്ല. നിങ്ങൾ അത് നിങ്ങളുടെ രക്ഷണയല്ലേ? അത് ഇങ്ങനെ പോകുന്നു ചേട്ടാ. നമ്മൾ ഇത്ര നേരം ഓരോ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അലിയെ കുറിച്ച് പറയാം. അലിയ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവന് ആദ്യം ഒരു വീഡിയോ ഷോപ്പ് ഉണ്ടായിരുന്നു അലിക്ക്. ആ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തത് ഞാനാ. വണ്ണപ്പുറം എന്ന സ്ഥലത്ത്. എവിടെയായിരുന്നു? വണ്ണപ്പുറം. തൊടുപുഴ. ഞാൻ അങ്ങനെ ഞങ്ങൾ ഫാമിലി തിക് ഫ്രണ്ട്സ് ആയി. ഞാൻ ആദ്യം കാണുന്ന സിനിമാ നടൻ എൻ്റെ ജീവിതത്തിൽ അശോകൻ ചേട്ടനാണ്. എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം കഥകളുടെ ചുരുള ചെയ്യുന്നല്ലേ. അവിടുന്ന് പിന്നെ ചാനലിൽ വന്നു, ചാനലിൽ വാർത്തകളിൽ വന്നു, പിന്നെ സിനിമകളിലൊക്കെ കയറി, ഇങ്ങനെ കയറി സ്വന്തമായി. എൻ്റെ ജീവിതത്തിൽ ഒരു സിനിമാ നടനെ കാണുന്ന അശോകൻ ചേട്ടനാണ്. ആ ഒരു യാത്ര വർഷങ്ങളായിട്ട് ഞങ്ങൾ തുടങ്ങിയത്. 96 തുടങ്ങിയ ബന്ധമാണ്. 95 തുടങ്ങിയ ബന്ധമാണ്. നല്ല പ്രായമുണ്ടല്ലോ. നല്ല പ്രായം. നല്ല അതാണ് ഞാനും പറയാൻ വന്നത്. നമ്മൾ ഉദ്ദേശിച്ച പ്രായമല്ല. അപ്പൊ എനിക്ക് പ്രായമുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മാത്രമേ അലിയുന്നുള്ളൂ, പ്രായമുണ്ട്. പിന്നെ ഷർഫിലും പ്രായമുണ്ട് എനിക്ക്. ഉറപ്പായിട്ടും ഷർഫിലും എന്തായാലും ഒരു 3 വയസ്സ് കൂടുതൽ എനിക്കുണ്ട്. ഞാൻ യൂത്ത്. ഞാൻ അശോകൻ ചേട്ടൻ, രാജചേട്ടനൊക്കെ ഞങ്ങളൊക്കെ പ്രായമുള്ളവരാണ്. നമുക്ക് പ്രായം പറയുന്നത് ഞങ്ങൾക്ക് ഇടയിൽ നമുക്കുണ്ട്. എനിക്ക് ഞാൻ വളരെ എങ്ങായിട്ടാണ് വിചാരിച്ചത്. ആര്? നിങ്ങളുടെ ആവേശമൊക്കെ എങ്ങാണെന്ന് വിചാരിച്ചു. പക്ഷെ 96 40ാമത്തെ വയസ്സിൽ അശോകനെ കാണുമ്പോ ഇപ്പൊ എത്ര വയസ്സാണ് എന്റെ കാൽക്കുലേഷൻ. അശോകൻ ചേട്ടാ കേട്ടില്ലേ? ഞാൻ കേട്ടില്ലെന്നല്ലോ. അല്ല അശോകൻ ചേട്ടൻ നമ്മളിങ്ങനെ എത്ര പ്രായമുണ്ടെന്ന് എനിക്കൊരു പ്രശ്നമൊന്നുമില്ല. എനിക്കൊരു പ്രായമുണ്ട്. എനിക്ക് പ്രായത്തിൽ എന്തിരിക്കുന്നു. മനസ്സ് നന്നായാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏജ് ഈസ് നോട്ട് എ നമ്പർ. ഏജ് ഈസ് ഓൺലി എ നമ്പർ. ഈ രാജചേട്ടന്റെ കൂടെ സീൻ ഉണ്ടായിരുന്നോ? ഇല്ല. സീൻ ഉണ്ട്. സീനിലുണ്ട്. ഡയലോഗ് എല്ലാം ഉണ്ടായിരുന്നോ? എനിക്കില്ല. അശോകൻ ചേട്ടനായിട്ടോ? ഇല്ല, സാറായിട്ടുണ്ടായിരുന്നില്ല. ഷെർഫായിട്ടായിരുന്നു ഉണ്ടായിരുന്നു. അല്ല, ഉണ്ടായിരുന്നില്ല. എനിക്കിപ്പോ ട്രെയിലർ ലോഞ്ചിനെ കണ്ടിട്ടുള്ളൂ. എനിക്ക് സബിത മാമിനെ ആയിട്ടും നിവിൻ ചേട്ടനെ ആയിട്ടും പിന്നെ ആ ഫാമിലിയിലുള്ള ഭർത്താവ് നിവിൻ ചേട്ടൻ. സിനിമയിലല്ലേ? അതല്ലേ ഞങ്ങൾക്ക് നീ അത് പറയുന്നില്ല. നിവിൻ പോളിയുടെ ഭാര്യ എന്ന് പറയണ്ടേ? ഞാൻ പറയാൻ വരുമായിരുന്നു. സബിത മാം, ബാലേന്ദ്രൻ സർ, ആ ഫാമിലിയിലുള്ള എല്ലാവരുമായിട്ടായിരുന്നു എനിക്ക് സീൻസ് ഉണ്ടായിരുന്നത്. പിന്നെ സായ്കുമാർ സാറാണ് എൻ്റെ ഫാദർ ആയിട്ടുള്ളത്. അപ്പൊ സാറായിട്ടും സീൻസ് ഉണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ്. വലിയ ആളുകളുടെ കൂടെ ആദ്യ സിനിമ തന്നെ വളരെയധികം നല്ല എക്സ്പീരിയൻസ്. കംഫർട്ടബിൾ ആയിരുന്നു. ത്രൂ ഔട്ട് സെറ്റിൽ നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോൾ നമുക്കൊരു കംഫർട്ടിന്റെ ആവശ്യമുണ്ടല്ലോ. നമുക്ക് ടെൻഷൻ ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഉണ്ണി സാർ തന്നെ എല്ലാവരെയും ടേക്ക് കെയർ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ, ഈക്വലി നമ്മളെല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ നല്ല സിനിമയുടെ ഭാഗമായി. അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. അല്ലേ? എന്തുകൊണ്ട് ഒരു സിനിമ ഓടിക്കഴിഞ്ഞാൽ അടുത്ത സിനിമ എല്ലാം കൂടെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ പോവാണ്, യാത്ര ചെയ്യുവാണ്. ചെറിയ യാത്ര. അത്ര സിനിമ എൻ്റെ കയ്യിലില്ല. ചെറിയ യാത്ര. തുടങ്ങിയിട്ടുണ്ട്. ഈ സിനിമ ഒന്നും കൂടെ തുടങ്ങുവാണ് അല്ലേ? അതെ, ഞാനും ഹോപ്പ് ചെയ്യുന്നു. അതെ. എങ്ങനെയുണ്ടായിരുന്നു? അയ്യോ, ദിസ് ഇസ് ഐ തിങ്ക് ഞാൻ ഇതുവരെ ചെയ്ത സിനിമയിലെ ഏറ്റവും വലിയ ഒരു സെറ്റ്, ഏറ്റവും വലിയ ദ ബിഗ്ഗസ്റ്റ് സെറ്റ് ദാറ്റ് ഐ എവർ വർക്ക്ഡ് വിത്ത്. അതുമാത്രമല്ല, ഇത്ര വലിയ ലെജൻഡറി ആൾക്കാരുടെ കൂടെ എനിക്ക് ഇരിക്കാൻ പറ്റാവുന്ന ഒരു സെറ്റും കൂടെ ആയിരുന്നു. ഇത് ഐ ഗെസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് എക്സ്പീരിയൻസ്. ഒരു ബിഗ് ഡീലാണ് എൻ്റെ ലൈഫിൽ. ഇതിലെ കഥാപാത്രം പറയാൻ പറ്റുന്നതാണോ? ഞാൻ ചെയ്യുന്നത് ഒരു പോലീസ് വേഷമാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ സിനിമ, കുടുംബ സിനിമയിൽ ഒരു പോലീസ് വേഷം ശക്തമായിരിക്കും നമ്മൾ തോന്നുന്നു. അതെ അല്ലേ? അതെ. സല്യൂട്ട് അടിയൊക്കെ പഠിച്ചോ? നേരത്തെ പഠിച്ചിരുന്നോ? ഇല്ല, സെറ്റിൽ പോയിട്ട്. സെറ്റിൽ പോയിട്ട് ആരാണ് പഠിപ്പിച്ചതൊക്കെ? ഐ ഗെസ് എൻ്റെ എഡീസ്. എഡീസ് അപ്പോൾ എവിടെ നിന്ന് പഠിച്ചെന്ന് ചോദിച്ചില്ലേ? ഇല്ല, അവരെ ഞാൻ വിശ്വസിച്ചു.
പലരും ജയിലിൽ കിടന്നവരാണ്. പറയില്ലല്ലോ. അങ്ങനെയല്ല, താങ്ക് യു. അവർക്ക് അല്ലാതെ എക്സ്പീരിയൻസ് ഉണ്ട്. ഈ പോലീസുകാരോട് ചർച്ച ചെയ്ത് റെഡിയാക്കിയിട്ടാണ് അവർ ഒന്ന് പഠിപ്പിച്ചത്. ഇത്ര വലിയ പ്രീ പ്രൊഡക്ഷൻ, ഇത്ര വലിയ സിനിമയുടെ ഒബ്വിയസ്ലി ദേ ആർ വെരി വെൽ റെഡ്. ആൻഡ് ദെൻ എനിക്ക് എവിടെയൊക്കെ സല്യൂട്ട് ചെയ്യണമെങ്കിൽ ഞാൻ സാറുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ ഉണ്ണി സാർ പറയും എവിടെയാ ചെയ്യേണ്ടത്, എവിടെ ചെയ്യേണ്ടത്. എൻ്റെ ആ സമയത്ത് ഏത് സല്യൂട്ടാണ്. അല്ല എനിക്ക് ഓക്കെ, ഞാൻ ആലോചിക്കാറുണ്ട് ആക്ച്വലി ഇടുവ. പക്ഷെ അതൊക്കെ ഒരു അല്ല, ഓരോ സിനിമയ്ക്കും നമ്മൾ ഓരോ അറിവുകളാണല്ലോ കിട്ടുന്നത്. കൂടുതൽ അറിവുകൾ നല്ല ഗെറ്റപ്പ് ആയിരുന്നു. നല്ല getup നല്ല ഗെറ്റപ്പ് ആയിരുന്നു. ശരിക്കും പോലീസ് ഓഫീസർ ലുക്ക് തന്നെ 50% ഹെൽപ്പ് ചെയ്തു. ഇവരിൽ നിന്നും കിട്ടുമ്പോൾ തന്നെ അല്ലേ, അതിലും വലിയ വേറെ അവാർഡ് വല്ലതും ഉണ്ടോ? പടം കാണുമ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ അന്ന് ഇരുന്ന് പറഞ്ഞല്ല എന്നൊക്കെ പറയില്ലേ, സത്യമാണല്ലോ എന്ന് തന്നെ പറയും. ഉറപ്പായിട്ടും പടം കണ്ടിട്ട് ബാക്കി നമ്മൾ പടം സംസാരിക്കുന്നത് കണ്ടിട്ട് ബാക്കി സംസാരിക്കുന്നത് ഇനി സംസാരിക്കാം. ഇന്ന് മൊത്തം പോയല്ലോ. ശരി, അപ്പൊ നമ്മൾ പടം കണ്ടിട്ട് നമ്മൾ പോണ്ടേ? ഒന്നും അറിയില്ലേ? പോകാറായിട്ടില്ല, ഇല്ല. രാജേട്ടൻ പോകാറായിട്ടില്ല. ഈ രാജേട്ടൻ്റെ ജീവിതത്തിൽ പല വേഷങ്ങൾ, പല സിനിമയിലും പല വേഷങ്ങളും എനിക്കൊന്ന് രാഷ്ട്രീയക്കാരനും ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഒരു ഇഷ്ടപ്പെടുന്ന കഥാപാത്രം എന്ന് വെച്ചിരുന്നത് ഏത് ടൈപ്പ് കഥാപാത്രമായിരിക്കും രാജേട്ടന് ഇഷ്ടം? പ്രേക്ഷകർക്ക് പല കഥാപാത്രങ്ങളുണ്ടാവും. രാജേട്ടൻ്റെ ഇഷ്ടം ഏതായിരിക്കും? ഏത് കഥാപാത്രങ്ങളായിരിക്കും? അല്ല, നമുക്ക് എന്ത് കഥാപാത്രം കിട്ടിയാലും അത് 100% ആത്മാർത്ഥത്തോടെ ചെയ്യണം. അറിഞ്ഞുടങ്ങി അത് ബാക്കിയുള്ളവർക്ക് ചോദിച്ചെങ്കിലും മനസ്സിലാക്കും എങ്ങനെയാണ് അതിൻ്റെ രീതിയിൽ. നമുക്ക് ചോദിക്കാറുണ്ട്. അങ്ങനെ അത്രയ്ക്കുള്ള ഹോംവർക്കേ ഉള്ളൂ. അല്ലാതെ മാത്രമല്ല, ഈ പറഞ്ഞ നമുക്ക് ചെയ്യാൻ എളുപ്പമുള്ളതും കുറച്ചുകൂടെ ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റുന്നതും എമോഷണൽ സീൻസും സീരിയസ് റോളുകളൊക്കെയാണ്. ഹ്യൂമർ കറക്റ്റായിട്ട് സ്ക്രിപ്റ്റ് എഴുതി വയ്ക്കുകയും ഡയലോഗ് ഉണ്ടായത് ഇംപ്രൈസും ചെയ്തില്ലെങ്കിൽ അത് ചീറ്റിപ്പോവും, അത് വെളിപ്പായി പോകും. 2 വേഷങ്ങളും ചെയ്യാൻ പറ്റും, ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ചെയ്തത് 53 പടങ്ങളിൽ പോലീസ്, CI, കോൺസ്റ്റബിൾ, SI, DGP താഴെ വരെ എത്തിയിട്ടുണ്ട്. ഇതിൽ രാഷ്ട്രീയക്കാരാണ്. പ്രതിപക്ഷ നേതാവായിട്ട് പടം വന്നിട്ടുണ്ട്, MLA മാരായിട്ട് വന്നിട്ടുണ്ട്, മന്ത്രിമാരായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ഒരു വിശ്വസ്തരായ മുഖ്യമന്ത്രിയുടെ കൂടെ നടക്കുന്ന അനുയായിട്ടാണ്. ഓരോ സിനിമയ്ക്ക് ഓരോ തയ്യാറെടുപ്പുകളുണ്ടാവും. ഒരു തയ്യാറെടുപ്പില്ല, ഡ്രസ്സ് ചെയ്ത് ഫുഡ് കഴിച്ച് പോകുന്നു, റെഡിയായിട്ട് പോകും. സമയത്തിന് ഫുഡിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രിയനാണ്. അല്ല, ഞാൻ കറക്റ്റ് ടൈമിനെത്തും. എന്നാ കാരണം 6:30 വണ്ടി വരുന്ന പറഞ്ഞാൽ ഞാൻ 6:15 റിസപ്ഷനിൽ നിൽക്കുന്ന ആളാണ്. കാറ് വന്ന് ആളെ വിളിച്ച് 12 മണി ഇറങ്ങുന്ന ആ ടൈപ്പല്ല. ഞാൻ കൃത്യമായിട്ട് ഇറങ്ങും. കാര്യം ഇതുള്ളപ്പം നമ്മൾ അതിൻ്റെ കൂടെ ആത്മാർത്ഥത്തിൽ നിന്നാലേ പിന്നെയും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊരു പ്രോബ്ലം മേക്കറോ ന്യൂസൻസോ ആയ, ഞാനും പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കറിയാമല്ലോ ഓരോ സെക്കൻഡും ആ പ്രൊഡ്യൂസർ അനുഭവിക്കുന്നൊരു വേദനയും പൈസയുടെ കാര്യങ്ങളൊക്കെ. നമ്മൾ കൃത്യമായിരിക്കണം. നമ്മൾ പറയുന്ന പൈസ തരുന്നുണ്ട്, കംഫർട്ടായിട്ട് താമസം, ഫുഡ് എല്ലാം തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജോലിയിൽ 100% ആത്മാർത്ഥമായിട്ട് ചെയ്തേ പറ്റുള്ളൂ. ഒരു സിനിമാ നടൻ അപ്പുറത്ത് പ്രൊഡ്യൂസറാണ്, നടൻ പ്രൊഡ്യൂസറാണ്, ഇതെല്ലാം പാകം ചെയ്യണം. പക്ഷേ ഇപ്പോൾ പറഞ്ഞ രാജേട്ടൻ പറഞ്ഞൊരു കാര്യം, നമ്മളാൽ ഒരു സമയത്തിന് ഒരു വില കൽപ്പിക്കുന്നുണ്ട്. കറക്റ്റ് 6 മണിക്കുന്നത് 5:45 വന്ന് ഇറങ്ങിയിരിക്കും, 6:15 വന്നിരിക്കും. പക്ഷേ അങ്ങനെയൊക്കെ ലൊക്കേഷനിൽ എല്ലാവരും ഒരു ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ കൃത്യത പാലിക്കണമെന്ന് തന്നെയല്ലോ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും. ആക്ടേഴ്സ് മാത്രമല്ല, ഈവൻ ടെക്നീഷ്യൻസ് എല്ലാവരും കൃത്യമായിട്ട് വരണം. നമ്മുടെ സ്കൂളിൽ ബെല്ലടിക്കുന്നതിന് മുമ്പ് കയറാറില്ലേ? ഒരു കാര്യം പഠിക്കാനും കാര്യങ്ങളാണ്. ഇത് പിന്നെ അതുമല്ല, പോയാൽ നമുക്കൊരു വരുമാനവും ജീവിതമാർഗവും, പിന്നെ നമ്മുടെ ഇതെല്ലാം കണ്ട് എത്രയോ പേര് കൈയടിക്കാനും സന്തോഷിക്കാനും അഭിനന്ദിക്കാനും ഒക്കെ വരുന്നതല്ലേ. ഒരു ഭാഗ്യമല്ലേ ഒരു സിനിമാ നടനായിട്ട് ഒരാൾ വരിക എന്നുള്ള ജീവിതത്തിൽ. അടുത്ത ജന്മം എൻ്റെ അടുത്ത് ചോദിക്കട്ടെ എന്താവണം ഭൂമിയിൽ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു സിനിമാ നടനാവണമെന്നേ പ്രാർത്ഥിക്കത്തുള്ളൂ. അടുത്ത ജന്മം അത് തന്നെയാണ്. നിങ്ങൾ സഹിക്കപ്പാ ഒരു ജന്മം കൂടെ എന്ന് വെച്ചാൽ നിങ്ങളുണ്ട് അടുത്ത ജന്മം. അടുത്ത ജന്മം അതും കൂടെ ഒന്ന് സഹിക്കേ. നമ്മൾ ഒരുമിച്ചുണ്ട്. ഉണ്ട് ഉണ്ട് ഇങ്ങനെ തന്നെ അത് പോകുന്നു. അതുകൊണ്ടുണ്ട്. അടുത്ത ജന്മം സഹിക്കാൻ റെഡിയല്ലേ? നിങ്ങൾ കഥ കേട്ടില്ലേ? വിക്രാമത്തിനോട് വേതാളം തൂങ്ങി കിടക്കുക. ഒന്നും ചെയ്യാൻ പറ്റില്ല, ജീവിതത്തിലൊന്നും നടക്കില്ല. സഹിച്ചേ പറ്റുള്ളൂ, ഉറപ്പാണ്. ഈ രാജേട്ടനായിട്ട് മുമ്പ് പിന്നെ രാജേട്ടൻ്റെ ഞാൻ അതിരാത്രമല്ല നമ്മളെ ഫസ്റ്റ് അതിനകത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മോഹൻലാലിനെ തൂക്കിക്കൊള്ളാം. അത് അറിയാത്ത വീതികൾ അതിരാത്രമാണ് രാജേട്ടനെ ഫസ്റ്റ് ടൈം കാണുന്നത് അല്ലേ? അതെ, 82 അല്ലേ? ഇല്ല 83 എൻഡ് 83 ഡിസംബർ ജനിച്ചിട്ടില്ല. ഷെറു ജനിച്ചിട്ടില്ല അല്ലേ? എന്താ അത് അറിയാത്ത വീതികൾ അതാണ് മരിക്കുന്നത്. അപകടം എതിലാ മരിച്ച? അതില് ആരും ഞാൻ മരിക്കുന്നു അല്ല അല്ല എന്നെ
അത് ഞാൻ പറയാം, ഈ അറിയാത്ത വേദികൾ അതൊന്ന് പറഞ്ഞോട്ടെ, ഇതിനായിട്ട് മാറിയിരിക്കുന്നതാണ് അറിയാത്ത വേദികളുടെ പടം KS സേതുമാധവൻ സാർ, വലിയ ഗ്രേറ്റ് ഡയറക്ടറായിരുന്നു. ജോൺ ബോളിൻ്റെ സ്ക്രിപ്റ്റാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ അച്ഛൻ മധു സാർ ജഡ്ജിയാണ്, അമ്മ സുമാരി ചേച്ചി, അനിയൻ കവിയൂർ പൊന്നമ്മ, എൻ്റെ അമ്മ, അത് നിങ്ങളുടെ അമ്മ അപ്പുറത്തെ വീട്ടിൽ, അത് അവിടുത്തെ ഡ്രൈവറാണ് മോഹൻലാൽ. അപ്പുറത്തെ വീട്ടിൽ ഞാൻ ചെന്ന് ഇവരെ ആ ഒരു അറ്റംപ്റ്റ് നടത്തിയ കയറി പിടിക്കുമ്പോഴത്തേക്കും മോഹൻലാൽ വരുന്നു. അവിടെ ഒരു ചെറിയ സ്ട്രഗിൾ നടത്തുന്നു. ആ സ്ട്രഗിളിൽ ഞാൻ ഒരു താഴെ വീണ് മരിച്ചുപോയി, പെട്ടെന്ന് പറയണം. എന്നിട്ട് അത് കോടതിയിൽ കേസ് വരും, മോഹൻലാലാണ് കൊന്നതെന്ന് പറഞ്ഞിട്ട് വരും. അങ്ങനെ ക്ലൈമാക്സിൽ ഇതിൻ്റെ വിധി വരുമ്പോഴത്തേക്കും മോഹൻലാലിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ച് തൂക്കിക്കൊന്നു. പിന്നെ എൻ്റെ ലൈഫ് കോഞ്ഞാട്ടായിപ്പോയി. ഞാൻ വെള്ളം അടിച്ചിങ്ങനെ കിടക്കുമ്പോൾ ഒരു ദിവസം വെള്ളം അടിച്ചുകൊണ്ട് കരഞ്ഞ് പറയുമ്പോൾ മധുസാറിന് മുമ്പ് കൊണ്ടുമ്പോൾ ജഡ്ജിയുടെ മുമ്പ് പറയണം, അച്ഛാ മോഹൻലാലല്ല ചെയ്തത്, ഇത് ഞാനാണ് ചെയ്തത്, ഇങ്ങനെ ഒരു കൈപ്പഴ പറ്റിയാണ്, ഞാൻ പേടിച്ചിങ്ങനെ പിടിച്ചപ്പം ഭാഗപത്തി അങ്ങനെ വീണ് മരിച്ചതാണെന്ന് പറഞ്ഞു. അങ്ങനെ അതാണ് അതിൻ്റെ കഥ. കല്യാണം ആലോചിക്കാനായിട്ട് പെൺകുട്ടിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു. ആ പെൺകുട്ടിയുടെ അച്ഛനൊക്കെ പറഞ്ഞു സിനിമാക്കാരന് കൊടുക്കൂലെന്ന് പറഞ്ഞു, പക്ഷേ ഒറ്റ മോളാണെന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ഒരു പടം കാണാമെന്ന് പറഞ്ഞ് അറിയാത്ത വീഥികൾ എന്നുള്ള സിനിമ പോയി കാണുന്നു. ആ പടം തീർന്നിറങ്ങേ പെൺകുട്ടിയുടെ അച്ഛൻ ഈ അലവലാതെയാണ് കിട്ടാൻ പോണത്. അവൻ കൊന്നിട്ട് അമ്മ മോഹൻലാലിനെ തൂക്കിക്കൊന്ന ആളിനാണ് മോഹൻലാൽ ആലോചിക്കുന്നത്. ആ കല്യാണം മുടങ്ങി അവിടെ. പിന്നെ വേറെ വഴി കൂടെ ഒക്കെ ട്രൈ ചെയ്തിട്ടാണ് എന്നിട്ട് ഇപ്പോഴൊക്കെ അങ്ങനെയാണ് എൻ്റെ കല്യാണം നടന്നത്. അറിയാത്ത കഥയല്ല, ഇപ്പോഴും പറയും. നിങ്ങൾ നിര കാണുമ്പോൾ ചോദിച്ചു നോക്കി, എക്സ് മിലിറ്ററിയാണ്, ഭയങ്കര സ്ട്രിക്റ്റ്. അത് അങ്ങനെ സിനിമയ്ക്ക് പോകുന്ന ആളാണ്. അദ്ദേഹം നോക്കുമ്പോൾ മോഹൻലാലിനെ തൂക്കിക്കൊന്നു. പിന്നെ ഈ ഒരു കേസും കൂടെ. ഇങ്ങനെയുള്ളവർ എൻ്റെ മോളെ തരില്ല. പോലീസ് അതിന് ശേഷമാണ് ഈ ഷൂസൊക്കെ ഏതെങ്കിലും കുത്തി കണ്ടല്ല കുറ്റം ചെയ്തതിന് ചെയ്തെന്ന് പറയും. ഈ അത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ, രാജേട്ടൻ്റെ മാറ്റങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാജുവേട്ടൻ പടത്തിൻ്റെ പടം ഇംപ്രവൈസേഷൻ നിറയെ ഫിലിംസ് രാജുവേട്ടൻ്റെ കണ്ടിട്ടുണ്ട്. മിന്നാരം പടത്തിലൊക്കെ ഉള്ള കോമഡിയൊക്കെ ഇനിയും എനിക്ക് മറക്കാൻ പറ്റില്ല. മല മല മാല എന്നൊക്കെ പറയണ അതുപോലെ നിറയെ കോമഡി. പിന്നെ രാജേട്ടൻ്റെ കൂടെ പിന്നെ വേറെ ഏത് ഫിലിം രാജേട്ടൻ നമ്മൾ ചെയ്തിട്ടുള്ളത്? ഇടയ്ക്ക് കുറേ ഫിലിംസൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ 83-ലെ, അതും ഇതുമായിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോ അന്നത്തെ എൻ്റെ ഒരു പെരുമാറ്റത്തിൽ? അതേ തന്നെ. രാജേട്ടൻ അന്നും ഇന്നും ഇതേപോലെ തന്നെ. കഥ പറയാൻ എടുക്കാനാണോ? കഥ പറയാനല്ലേ. എൻ്റെ കൂടെ ഫ്രണ്ട്സ് പറയും, നീ ഇത്രയും പടം ഇത്രയും വയസ്സായിരുന്നു, നിനക്ക് ഇപ്പോഴും ആ പഴയ സുധീർ കുമാർ നീ മാറിയിട്ടേ ഇല്ല. എനിക്കത് ഭയങ്കര സന്തോഷമാണ്. എല്ലാവരോടും സംസാരിക്കും. ഇപ്പോൾ ഒരു ന്യൂ ഫേസ് വരുന്നു, അങ്ങനെ അത് സംസാരിക്കാൻ ധരിക്കണം, അങ്ങനെ തന്നെ എല്ലാവരോടും പോയി ചോദിക്കും, എന്താ പേര്, ഏതാണ്, നല്ല സജഷൻസ് ഒക്കെ കൊടുക്കും. രാജേട്ടൻ പണ്ടത്തെ അതേ രാജേട്ടൻ തന്നെ. ഒരു എന്നെ കുറിച്ചുള്ള പ്രതിച്ഛായുള്ള നമ്മുടെ പ്രതിച്ഛായയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമ്മുടെ പ്രതിച്ഛായ അടിക്കും. ആരടിക്കും? തിയേറ്റർ അടിച്ച് പൊളിച്ച് നമ്മൾ ഇതിനകത്ത് വരാത്തോണ്ട് നെയിൻ പോളി അടിക്കുന്നത്. ഈ അശോകൻ ചേട്ടനും നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്, ആത്മബന്ധമുണ്ടല്ലോ. ആത്മബന്ധമുണ്ട്. എനിക്ക് തോന്നുന്നത് അനിൽ ബാബുവിൻ്റെ ഒരു പടത്തിന് ഞാൻ അഭിനയിക്കലും നമ്മൾ തമ്മിലാണ് ആദ്യത്തെ സീനാണെന്ന് തോന്നുന്നു. ഒരു സീൻ നിങ്ങൾ ജയിലിൽ അവിടെ വന്ന് ഞാൻ ഇങ്ങനെ പിടിക്കുന്നത് അനിൽ ബാബുവിൻ്റെ എല്ലാം പിടിക്കണമല്ലേ? പിടിക്കണ സീനുകളെല്ലാം അല്ല നല്ല സീനായിരുന്നു. ഏത് പടം? അനിൽ ബാബുവിൻ്റെ 80 ആ സമയത്തുള്ള പടങ്ങളാണ്. 90s വന്നതിന് ശേഷമുള്ള പടമാണ്. നിങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഷറഫ് ജനിക്കണതിന് മുമ്പ് അല്ലേ? അല്ല നേരത്തെ പറഞ്ഞ ആ ടൈം കറക്റ്റ് അല്ലേ? ജനിച്ചിട്ടില്ല. അത് മറ്റേ അതിരാത്രമാണ്. അപ്പൊ ഇതിന് ജനിച്ചിട്ടുണ്ട്? ഇതുണ്ടാവും, ഉറപ്പാണോ? അപ്പം പ്രിയപ്പെട്ട പപ്പനിലാണ് അശോകൻ ചേട്ടൻ. അപ്പൊ ജനിച്ചിട്ടുണ്ട്. അപ്പൊ എത്ര വയസ്സ്? LKG? അപ്പൊ LKG അല്ലോ, 3-4 വയസ്സ്. 4 വയസ്സുണ്ടല്ലോ. കുട്ടിക്കോടൊക്കെ പോയി. വയസ്സൊന്ന് കൂട്ടിയെടുക്കാനേ എനിക്ക്. സഞ്ചി ഉണ്ടായിരുന്നു. ഇത് ഈ പടം ഓർക്കണുണ്ടോ? ഇപ്പൊ പറഞ്ഞ ഞാൻ കൃത്യമായിട്ട് ഓർക്കണ്ട. ഞാൻ പേര് പറഞ്ഞു. അനിൽ ബാബുവിൻ്റെ ഡയറക്ഷനാണ്. അനിൽ ബാബുവിൻ്റെ കുറേ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അത് ആലോചിച്ചിട്ട് ഇതിന്റെ 50ാം ദിവസം ആഘോഷത്തിൽ പറയാം. രാജന്റെ പ്രൊഡക്ഷനിലാണ് ഞാൻ പ്രേമം കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് പാവാടയില് ഞാൻ ശരിക്കും പറഞ്ഞ നല്ല വേഷമല്ലേ പാവാട. സൂപ്പർ ഹിറ്റ് പടമായിരുന്നു. പടം ഇത് വന്നിട്ട് ആലപ്പുഴ വഴി പോകുമ്പോൾ വലിയ ഫ്ലെക്സ്. അതാണ് എന്റെ വലിയ ഫ്ലെക്സ്. ഞാൻ വിളിച്ച് പറഞ്ഞു, ആലപ്പുഴ പോയി പാരങ്ക അവിടെ മുഴുവൻ വലിയ ഇവർ രണ്ടുപേരും മാത്രം. ഇതിനേക്കാളും വലിയ ഫ്ലെക്സ് ഇവർ രണ്ടുപേരും മാത്രം. അതെ, കുറേ ആദ്യമായിട്ട് അത്രയും വലിയ ഹോർഡിങ് നമുക്ക് സിനിമാ നടന അതിന് ശേഷം അങ്ങനെ ഒരു സംഭവം ഭയങ്കര അത് ഭയങ്കര അതും
എന്താ പറയാ എന്റെ വൈഫ് പൊസിഷൻ എങ്ങനെയാ ശരി, അപ്പൊ അതിലങ്ങ് പോകുമ്പോ correct. മനസ്സിലായോ? വലിയൊരു സന്തോഷമായിരിക്കും. സന്തോഷമായിരുന്നു. ഈ അശോകൻ ചേട്ടന് ഈ രാജചേട്ടനായിട്ട് ഓർമ്മകൾ ഒത്തിരി ഉണ്ട്. നിങ്ങൾ ലൊക്കേഷനിൽ നിന്ന് പറഞ്ഞ കുറേ സംഭവങ്ങളുണ്ടാവും. നിങ്ങൾ ഈ ലൊക്കേഷനിൽ നിങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടുണ്ടാവുമല്ലോ, ഈ ലൊക്കേഷനിൽ നിങ്ങൾ സീനുകളുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ പഴയ കാര്യങ്ങൾ ഓർത്തെടുത്തെങ്കിൽ എന്തായിരിക്കും അവിടെ നിങ്ങൾ പഴയ കാര്യങ്ങളെക്കാൾ എൻ്റെ പഴയ കാര്യങ്ങളെക്കാൾ രാജേശ്വരൻ്റെ കുറേ കഥകളിൽ നിന്ന് കേൾക്കാൻ പറ്റി. ഒത്തിരി കഥകൾ. കാരണം സെറ്റിലുണ്ടെങ്കിൽ ഭയങ്കര എനർജിയാണ്. നമ്മൾ ഡള്ളാവില്ല ഒരിക്കലും. പറഞ്ഞാൽ കഥകൾ ഇങ്ങനെ എന്തെങ്കിലും കിട്ടുക അതിൻ്റെ ലിങ്ക് ഇട്ടിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ എല്ലാം റിയലാണ്. ഒരു ഉണ്ടാക്കുന്ന കഥകളല്ല. അതിങ്ങനെ കേട്ട് ഇങ്ങനെ ഇരിക്കും. ബോറടിക്കില്ല ഒരിക്കലും. ഭയങ്കര കണക്ഷനാണ് അതെല്ലാം കഥകൾ പറഞ്ഞത്. ഒരു കഥ പറയാമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കഥ പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവ് ഭയങ്കരമാണ്. പറയാൻ വലിയ ബുദ്ധിമുട്ടാണ് ഒരു കഥ പറയാം. അതെല്ലാം ഹ്യൂമർ ടച്ചാണ്. ഭയങ്കര എനർജി ആയിരുന്നു കൂടുതൽ. സീരിയസിലേക്ക് പോയാൽ അത് നമ്മളെ എത്തിക്കുന്നത് നമ്മൾ ചിരിയോട് കൂടി തന്നെ അവസാനിക്കും. സീരിയസ് കാര്യം പറയുകയാണെങ്കിൽ തന്നെ അതിൻ്റെ അകത്തൊരു ഹ്യൂമർ ഉണ്ടാവും. അതിൽ കൂടിയാണ് പറയുന്നത്. ചെപ്പിലാണോ സർവകലാശാലയാണ് ഒരു വേണുനാഗം? ചെപ്പ് അല്ല, സോറി, സർവകലാശാല. സർവകലാശാല അത് കലക സാറുണ്ട്. സീരിയസ് ആയിട്ട് പിടിച്ചിട്ട് നമ്മളെ ചിരിപ്പിച്ചത്. ഇത് ഓരോ ഡയറക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ ഇങ്ങനെ നമ്മൾ കുറേ സാധനങ്ങൾ ഇട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ ഏതെങ്കിലും ഡയറക്ടർ ഇത് വേണ്ട, ഇത് വേണ്ട എന്ന് പറയാറുണ്ടാവും. നമ്മൾ അങ്ങനെ വിനയത്തിലേ ചോദിക്കത്തുള്ളൂ. ഇങ്ങനെ ഇതിങ്ങനെ ചെയ്താൽ നന്നാവുമെന്ന് ചോദിക്കുമ്പോൾ ഡയറക്ടേഴ്സ് ഞാൻ എവിടെയും ചോദിച്ചിട്ടുണ്ട്. ഉദ്ദേശം ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു നന്നായിട്ട് അത് ചെയ്യുക, അത് തന്നെയാണ് ഉദ്ദേശം. ഞാൻ ചെയ്തത് ചിലപ്പോൾ ശരിയായില്ലെങ്കിൽ പുള്ളി ഒന്ന് പറയും അത് അങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യണം, മാറ്റി ചെയ്യാം. നമ്മൾ പിന്നെ എന്താ, അതൊരു ഇഷ്ടമാണ് കേട്ടോ. അതങ്ങനെ തുറന്ന് പറയും. നമ്മളതിൽ നിന്ന് എന്താ ഉള്ളതെന്ന് എടുക്കാൻ അത് ഡയറക്ടറിൻ്റെ ഒരു കഴിവും കപ്പാസിറ്റിയാണ്. അത് എല്ലാവർക്കും ഡയറക്ടർക്ക് ഉണ്ടാവണം എന്നില്ല. അത് ഉണ്ണികൃഷ്ണൻ കറക്റ്റായിരുന്നു. എല്ലാ ആർട്ടിസ്റ്റിനെയും കറക്റ്റായിട്ട് സാധനം പിടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് പറയാം, നമ്മൾ വെറുതെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഉണ്ണിയേട്ടൻ അത് കണ്ടിട്ട് ശരിയൊക്കെ ആണെങ്കിൽ എന്നോട് ഈ സിനിമയിൽ അങ്ങനെ 2 പ്രാവശ്യം ചിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഷോട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ എൻഡിലൊരു ചിരി. അപ്പം അത് ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ തിരിച്ചു പോരുമ്പോൾ അത് ചേട്ടാ അശോക ആ കീറി ഇങ്ങനെ വിളിച്ചിട്ട് ചിരിയില്ലേ, അതവിടെ എൻഡിൽ ഇട്ടോട്ടാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി നമ്മൾ വെറുതെ പറയുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ അത് എന്നിട്ട് അത് പറഞ്ഞു തരും, നമുക്ക് ഇങ്ങനെ ഇട്ടോ, ഇങ്ങനെ ചെയ്തോ. അത് വലിയ ഇവിടെ വന്നിട്ടില്ല, വരാതെ ഒരാളിനെ കുറിച്ച് കുറ്റം പറയാൻ പാടില്ലെന്നൊക്കെയാണ്. എങ്കിലും പറഞ്ഞു, കുറ്റമല്ല പറയുന്നത്. നല്ലതായിട്ട് ഈ പടത്തിൽ നിവിൻ പോളി ഗംഭീരമായിട്ടുണ്ട്. അതെന്നറിയാം, ഇതൊരു സാധാരണ മറ്റ് യങ്സ്റ്റേഴ്സ് പടങ്ങളുള്ള ഒരു ആ ഒരു കളിയല്ല. അതിനകത്തൊരു മെച്ചുവേർഡ് പെർഫോമൻസ് വേണം. അതെന്തുകൊണ്ടാണെന്നൊന്നും ഞാൻ പറയത്തില്ല. അങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട് പുള്ളിക്ക്. പുള്ളി ഒരു എന്താ പറയുക, ഒരു വേഷപ്പകർച്ച പോലെ ഒരു സ്വഭാവം മാറി വരുന്നൊരു സംഭവം ഉണ്ട് കേട്ടോ. ഗംഭീരമായിട്ട് പെർഫോം ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട പടങ്ങൾ വെച്ചും ഈ അഭിനയിച്ച പടം വെച്ചിട്ടും ദ ബെസ്റ്റ് പെർഫോമൻസ് ആണ് പുള്ളിയുടെ. ജയചന്ദ്രനൊന്നും കണ്ടിട്ടില്ല. ഈ പറഞ്ഞല്ലേ കുളു മണാളി ആ ഏരിയയിൽ പോയി തണുപ്പത്ത് പോയി. ഷർവിൻ്റെ രാവിലെ തൊട്ടുണ്ട്. രാവിലെ കുളുമണാലി എനിക്കല്ല, മണാലിയല്ലേ ശരിക്കും തണുപ്പുള്ള സിംപ്ലേ. മണാലി മേലെയാണ്. രാജേട്ടൻ എല്ലാ സ്ഥലങ്ങളും പോയ ആളാട്ടോ. അതെ അതെ. പിന്നെ ഇവിടെയൊക്കെ പഠിച്ച് പൊളിച്ച് വന്നേക്കണ ആളുകളാണ് ഇത് രണ്ടും. എല്ലാവരും അതെ. ഇതിപ്പോൾ നമ്മൾ പോകണ എടുത്തെടുത്ത് പറയണം, ഒന്ന് ആലോചിച്ച് നോക്കണേ. ശരിയല്ലേ? ചിലപ്പോൾ എൻ്റെ കൂടെ കൂടാ, ഞാൻ നിൻ്റെ കൂടെ കൂടെ എൻ്റെ കൂടെ കൂടാത്ത. അല്ല, ഞാൻ സീനിയേഴ്സിനോട് അങ്ങനെ ഇതായിട്ട് പെരുമാറാൻ പറ്റില്ല. നമ്മളൊക്കെ ഒരു ടീമാ. ആയിക്കോട്ടെ. പക്ഷെ ഇതിനകത്ത് വേറൊരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ ബാലേന്ദ്രമേനോൻ, അദ്ദേഹം ഈ സിനിമയിൽ ഒത്തിരി നാളുകൾക്ക് ശേഷം അഭിനയിക്കാൻ എത്തുന്നുണ്ട്. അത് ആ സീനുകൾ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹത്തിൻ്റെ ഒരു, നമ്മൾ കൊതിക്കുന്നു, അദ്ദേഹത്തിനൊക്കെ സ്ക്രീനിൽ കാണാൻ വേണ്ടി കൊതിക്കുന്നു. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ ഈ സിനിമയിലല്ലേ? അതെ, തീർച്ചയായിട്ടും. അതെ, ബാലേന്ദ്രൻ ഈ പടത്തിനകത്ത് മുഖ്യമന്ത്രിയായിട്ടാണല്ലോ അഭിനയിക്കുന്നത്. അത് കൂടെയാണല്ലോ. അതാണല്ലോ. അപ്പം പുള്ളിയുടെ കൂടെയാണ് ഞാൻ വരുന്ന സംഭവം. ഞങ്ങൾ തമ്മിൽ അഭിനയിച്ചിട്ട് 40-45 വർഷത്തിന് മേളായി. മണിയമ്പിള്ള കഴിഞ്ഞ് ഒരു 7-8 പടം കഴിഞ്ഞു. പിന്നെ അതിനുശേഷം പോയി വേറെ ഡയറക്ടർ പടത്തിൽ വരുമ്പോഴായിരിക്കുമല്ലോ ഒരു ജഡ്ജ്മെൻറ്റും വ്യത്യാസം വരുന്നത്. ഇദ്ദേഹം അത് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്ത് വളരെ മനോഹരമായിട്ട് വേണ്ട അത് ചെയ്യുന്നത്. വേണ്ട ഇതുവരെ നിങ്ങൾ കണ്ട വേഷങ്ങൾ ആ പരിപാടിയൊന്നും അല്ല കേട്ടോ. ഒരു നല്ല ഇങ്ങനത്തെ പരിപാടിയൊന്നുമല്ല. വേറെ മെച്ചുവേർഡ് ആക്ടിങ് എന്ന് പറയുന്നത് അത് വളരെ നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളിയൊന്നും വന്നിട്ടില്ല, പക്ഷേ ഈ പറയാണ് പടത്തിൽ വലിയ പേരായിരിക്കും അദ്ദേഹത്തിന്. ഇതൊരു രാഷ്ട്രീയം എന്നും നമുക്ക് പറയാം, ഫാമിലി എന്നും പറയാം, എല്ലാം കൂടെ കോർത്തിണക്കിയ ഒരു സിനിമയാണ് ആശാൻ ചേട്ടാ. അപ്പം അതിനകത്ത് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കേണ്ട ഏത് ഭാഗത്തേക്കാണ്? നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് പ്രതീക്ഷ വെക്കണം. അങ്ങനെ പ്രതീക്ഷ വെക്കാതെ നല്ല സിനിമ പോയാൽ ഇപ്പം നിങ്ങൾ ലൂസിഫർ കണ്ടില്ലേ, അതിനകത്തും ഉണ്ട് രാഷ്ട്രീയമുണ്ട്, സ്ട്രോങ് ആയിട്ട് ഒരു അടി ലൈനുണ്ട്, പിന്നെ ഫാമിലി സെന്റിമെന്റ്സ് എമോഷണൽ എല്ലാം. പക്ഷെ ഉഗ്രമല്ലേ? അതുപോലെ ഒരു സംഭവമാണ് ഇതിനകത്ത്. നിങ്ങൾ ഈ പറഞ്ഞ മാതിരി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ഒരു കോമഡി പടം എന്ന് പറയും, എമോഷണൽ, അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്ത് ഈ സിനിമയെ മാറ്റാൻ പറ്റില്ല. നിങ്ങൾ 2.5 മണിക്കൂർ 2.25 മണിക്കൂർ തിയേറ്റർ വന്നാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകാനുള്ള എല്ലാ സാധനങ്ങളും ചേരുവകളും ഇതിനകത്തുണ്ട്.
അത് ഭയങ്കര കണക്റ്റഡ് ആണ്. അതാണ് അതാണ് നമ്മൾ വെറുതെ പോസ്റ്റ് ചെയ്തിട്ടില്ല ഒന്നും. അതിനുവേണ്ടി ഒരാൾ, ഇതിനു വേണ്ടി ഒരാൾ, അങ്ങനെയില്ല. ഇത് എല്ലാ ക്യാരക്ടേഴ്സും ഇതിൻ്റെ അകത്ത് കഥാപാത്രങ്ങൾ ഈ കഥയുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. അതിൻ്റെ ഒരു ട്രാവലിംഗ് ആണ് ഇതിൽ ഫാമിലിയും പൊളിറ്റിക്സും ഒന്നിച്ചിങ്ങനെ പോകുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. നമ്മൾ ഇപ്പോൾ പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്, ഒരുപാട് ട്വിസ്റ്റിംഗ് ഉണ്ട് ഇതിൽ. ഓരോ ട്വിസ്റ്റിങ്ങും നമ്മളെ ഗ്രാഫ് കയറി വരും. നല്ല ക്ലൈമാക്സും ട്വിസ്റ്റ് ഗംഭീരമാണ്. നമുക്ക് ആകാംക്ഷ തന്നുകൊണ്ടേയിരിക്കുകയാണ് ഓരോ സീൻ. അങ്ങനെയാണ് നേരത്തെ പറഞ്ഞില്ലേ ഉണ്ണി സാർ സജഷൻസ് അല്ലെങ്കിൽ എടുക്കും എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയ ഒരു സാധനം എന്താ വെച്ചാൽ, ഒരു ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുക, അപ്പോൾ തുടങ്ങിയിട്ടില്ല. അപ്പോൾ സാർ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ഒരു സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടിരിക്കുക. അപ്പോൾ എനിക്കത് ചെയ്യുമ്പോഴും എൻ്റെ ക്യാരക്ടറിന് റിലേറ്റബിൾ അല്ലാത്തൊരു ഫീല് എനിക്ക് കിട്ടേണ്ട, പക്ഷെ നമുക്ക് പറയാൻ പേടിയാണല്ലോ അത്രയും സീനിയർ ആകുമ്പോൾ. അപ്പോൾ സാർ ഇങ്ങനെ വെറുതെ ഇരുന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, അതെന്താ നിനക്ക് തോന്നുന്നത്? എനിക്കൊരു പെൺകുട്ടിയുടെ പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ ആ ക്യാരക്ടറിൽ ട്രാവൽ ചെയ്ത ആൾ ഞാനാണ്. അപ്പോൾ എനിക്ക് ആ പെൺകുട്ടിയുടെ പേഴ്സ്പെക്റ്റീവും കൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പ്രശ്നമാവോ എന്താലോചിച്ച് പേടിച്ചിരിക്കും. സാർ ഇല്ല, ധൈര്യമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത സാധനം പറഞ്ഞപ്പോൾ സാർ ആ പോർഷൻ അഗെയിൻ ഷൂട്ട് ചെയ്തു. നമ്മൾ ലാസ്റ്റ് ഡേ അവിടെ നിന്ന് വൈൻഡ് അപ്പ് ചെയ്യണതിൻ്റെ മുന്നേ മാമിനെ വിളിച്ചിട്ട് ആ എൻറ്റയർ പോർഷൻ സാർ അഗെയിൻ കറക്റ്റ് ചെയ്തിട്ട് സാർ ഷൂട്ട് ചെയ്തു. അപ്പം അതൊക്കെ നമുക്ക് അത്രയും സീനിയർ ആയിട്ടുള്ള ഒരാൾ നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു ഇമോഷനെ ഉൾക്കൊള്ളുക എന്ന് പറയണൊക്കെ ഭയങ്കര, എനിക്ക് പോലും അതങ്ങനെ തോന്നി. അപ്പം അവരുടെ അടുത്തൊക്കെ നന്നായി ചെയ്യുകയാണെങ്കിൽ സാർ അപ്രിഷ്യേറ്റ് ചെയ്യാനും മടിക്കാറില്ല. എല്ലാവരും എന്ന് വെച്ചാൽ മോശമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആക്കി വിടത്തുമില്ല. പുള്ളി വന്ന് കറക്റ്റ് ഒന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ചെയ്യിപ്പിക്കും. ഞാനൊരു സീനിന്റെ മിസ്റ്റേക്ക് ഒരു ഡയലോഗ് പറഞ്ഞു അതല്ല ഉദ്ദേശിച്ചത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അയ്യോ ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരു പ്രശ്നമാണ് പുള്ളി ഉദ്ദേശിച്ചത്. ഞാൻ ശരി, അത് കറക്റ്റ് ചെയ്യണം. ഞാൻ പറയേ, നമ്മുടെ ഒരു ധൈര്യം എന്ന് പറയുന്നത് ഏത് സിനിമയ്ക്ക് എന്നാലും ക്യാമറയുടെ സൈഡിൽ നിൽക്കുന്ന ഡയറക്ടറാണ്. അത് ഗോഷ്ടിയാണ്, അത് കറക്റ്റ് അല്ല, ഇത് കറക്റ്റ് ആണെന്ന് പറയണം. അല്ലാതെ എന്ത് പറഞ്ഞാലും അങ്ങനെ. പിന്നെ സാർ പറയുന്നതിന് ഒരു രീതി ഉണ്ട് കേട്ടോ. എനിക്ക് ഇപ്പൊ ഞാനൊക്കെ ബിഗിനർ ആകുമ്പോൾ എനിക്ക് ചെറിയൊരു നെഗറ്റീവ് കേട്ടാൽ പോലും നമ്മൾ ഭയങ്കരമായിട്ട് തളർന്നു പോകില്ല. ഫസ്റ്റ് ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ എൻ്റെ ഒക്കെ സാർ കറക്ഷൻസ് ആക്ച്വലി ഇപ്പൊ ഒരു ക്രൗഡ് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ സാർ അവിടെയൊക്കെ മൈക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് വല്ലാണ്ട് ആവുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. പക്ഷെ സാർ അത് ചെയ്തിട്ടില്ല. സാർ ഓരോ തവണ എനിക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഉള്ളപ്പോഴും സാർ എന്നെ അടുത്തേക്ക് വിളിച്ചിട്ട് നീതു ഇതാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് സാർ. അതാണ് ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. പ്രതിച്ഛായ, എല്ലാവരും പ്രതിച്ഛായ മാറട്ടെ. ഉണ്ണിച്ചേട്ടൻ അന്ന് എൻ്റെ ഉൾപ്പെടെ എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും എൻ്റെ ഉൾപ്പെടെ മാറട്ടെ. എന്ന് വെച്ചാൽ നമ്മൾ അത്രയും പ്രതീക്ഷിക്കും. ഉണ്ണിച്ചേട്ടൻ്റെ ഒരു സിനിമ കാണാൻ നമ്മളും ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. ഈ പറഞ്ഞ യുദ്ധ സമയമൊക്കെയാണ്, പ്രളയവും കോവിഡും ഒക്കെ അതിജീവിച്ച നമ്മൾ യുദ്ധവും അതിജീവിച്ച് അതിനപ്പുറത്തേക്ക് സിനിമ എത്തട്ടെ എന്ന് ആത്മാർത്ഥത ആഗ്രഹിക്കുന്നു. സിനിമയുടെ ഒപ്പം തന്നെ ഉണ്ടാവും, സിനിമയുടെ കൂടെ തന്നെ യാത്ര ചെയ്യും. ഒത്തിരി സന്തോഷം. താങ്ക് യു. പ്രതിച്ഛായക്ക് വന്നതല്ലേ, ഒരു ചായ കുടിച്ചിട്ട് പോവാം. നോയമ്പായിട്ട് കുടിക്കുന്നത്. നോമ്പാണ്.